എന്തുകൊണ്ടാണ് കേരള സർക്കാരിന്റെ പണി ജനങ്ങൾക്കുള്ള ഒരു പണിയായി മാറുന്നത്? 67 കോടി രൂപ കൊണ്ട് നവീകരണം പൂർത്തിയായ തിരുവനന്തപുരത്തെ റോഡിൽ കഴിഞ്ഞ ദിവസത്തെ മഴയത്ത് വെള്ളം കെട്ടി. മഴ പെയ്യൂല എന്ന് വിചാരിച്ചിട്ടാണോ ഇവർ ഈ റോഡ് പണി നടത്തിയത്? അതോ നമ്മുടെ നാട്ടിലെ മഴയുടെ അളവ് അതുപോലും കണക്കുകൂട്ടാൻ അറിയാൻ പാടില്ലാത്തവർക്കാണോ ഈ കേരള സർക്കാർ കോൺട്രാക്ട് കൊടുത്തത്? ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം പ്ലാൻ ചെയ്യേണ്ടതാണ്. ഇനി വരുന്ന 10-20 വർഷം അത് കണക്കൂട്ടിയിട്ടായിരിക്കണം ഒരു പണി പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്. ജനങ്ങളുടെ പൈസ ആയതുകൊണ്ടല്ലേ നിങ്ങൾ സർക്കാർ എപ്പോഴും തട്ടിക്കൂട്ടി ഈ മിക്ക ജോലികളും ഇതുപോലെ ചെയ്യുന്നത്. 1-2 ചിലപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യും, ബാക്കി ഒരു 10-12 ഇതേപോലെ തട്ടിക്കൂട്ടി ചെയ്യും. ഈ റോഡ് പണി എന്ന് പറഞ്ഞാൽ ആ റോഡിന്റെ മാത്രം പണിയാണോ അതോ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടല്ലേ പണി ചെയ്യേണ്ടത്? ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കുമ്പോഴത്തേക്കും നോർമലി ഏതൊരു കമ്പനി ആണെങ്കിലും അത് ഫുള്ള് ബ്രീഫ് ചെയ്ത് എന്താണ് അവരുടെ റിക്വയർമെന്റ്സ്, ആ റിക്വയർമെന്റ്സും അതുപോലെ അതുമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ബ്രീഫ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥര് അവര് ബ്രീഫ് ചെയ്യുമ്പോഴത്തേക്കും മിക്ക കാര്യങ്ങളും മിസ്സായി പോകും. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ അവർ മറന്നു പോവാണെന്ന് തോന്നുന്നു. ഈ റിക്വയർമെന്റ്സ് പോലും പ്രോപ്പറായിട്ട് ബ്രീഫ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരായിരിക്കും മിക്കവാറും ഇവർ ജോലിക്ക് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലത്തെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതൊക്കെ അവസാനിക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാവണം. ജനങ്ങളെ സേവിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവണം. ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഗവൺമെന്റ്. ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും.